नमस्ते दोस्तों, हिंदी वर्ड में आप सबका फिर से स्वागत है. ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇക്കഴിഞ്ഞ JLT എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പല ജില്ലകളിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ ജില്ലകളിലെ മെസ്സേജാണ് വന്നേക്കുന്നത്, അതേപോലെ ഈ മെസ്സേജ് വന്നവരെല്ലാം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമോ, കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് ഏതൊക്കെ ജില്ലകളിലെ ആണ് വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കോട്ടയം ജില്ല ഫുൾ ടൈം JLT ഹിന്ദിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിനായിട്ടുള്ളത്. അതേപോലെ പാർട്ട് ടൈം JLT പത്തനംതിട്ട, അതിൻ്റെയും സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ ടൈം JLT കൊല്ലം സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഫുൾ ടൈം JLT NCAയിൽ തന്നെ SC/ST വിഭാഗത്തിനാണ് വന്നേക്കുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ്. പലർക്കും ഉള്ള ഒരു സംശയം ദൂരീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചിലർക്കൊക്കെ ഒരു സംശയമുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നവരെല്ലാം ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത്. എന്നാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. പക്ഷേ നിരാശരാകണ്ട, അതിൽ ഒരു ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ അതിൽ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുള്ളൂ. ബാക്കി 95% ആൾക്കാരും അതിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരാണ്. അത് PSCയിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരും ഇത് തന്നെയാണ് പറയുന്നത്. വളരെ കുറച്ച് പേർക്ക് അവർ അയക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് മാർക്കിൽ കിടക്കുന്ന ചിലപ്പോൾ 1, 2, 3 പേർക്ക് കിട്ടാതെ പോവാം എന്നുള്ള കാര്യം. പക്ഷേ മോസ്റ്റ് ഓഫ് ദെമ്മിന് ആ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിൻ്റെ സമയത്ത് പലർക്കും സംശയമുണ്ട്, മുമ്പേ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ, അതായത് ഇതേ ക്വാളിഫിക്കേഷന് ആവശ്യമുള്ള എക്സാം എഴുതി മുമ്പത്തെ JLTയിലൊക്കെ പെട്ടവർ വീണ്ടും അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ അപ്ലോഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ നോൺ ക്രീമി ലെയർ ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമായിട്ടുള്ളവർ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാലാവധി ചിലത് 1 വർഷത്തേക്കോ ചിലത് 6 മാസത്തേക്കൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതുമാത്രം വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വരും. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള കേസസിൽ അഥവാ അപ്ലോഡിങ് എങ്ങനെ വിട്ടുപോയാൽ PSCയുടെ ഭാഗത്ത് നിന്ന് കോൾ വരാറുള്ളതാണ്. പക്ഷേ നമ്മളങ്ങനെ ഒരു റിസ്ക് എടുക്കാതെ ഈ ഡേറ്റ് കഴിഞ്ഞതാണ് മുമ്പ് അപ്ലോഡ് ചെയ്ത് കിടക്കുന്നതെങ്കിൽ പുതിയത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന് ശേഷം എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നാണ് ഉൾക്കൊള്ളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.